ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വിമൻസ് ചാനൽ ഒരു എപ്പിസോഡ് 4 ഞാൻ വീണ്ടും ഒരാഴ്ച ലീവായിരുന്നു. എനിക്കറിയാം, അത് വേറൊന്നും കൊണ്ടല്ല, പനി കൂടിയതുകൊണ്ടാണ്. എന്തായാലും പനി ഇപ്പോൾ മൊത്തത്തിൽ പോയിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഗിയോവേൻ്റെ കാര്യം മറക്കണ്ട. 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗിയോവേ നടത്തുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തട്ടിക്കൊണ്ട് പോയ പ്രിൻസസ് അലക്സീനാണ് കാണിക്കുന്നത്. അലക്സി അത് ഹീറോ ഡൗട്ട് അടിക്കുകയാണ്, കാര്യം ഹീറോനെ ഇവളെ കടത്തിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അലക്സി ചുറ്റോട്ടത് നോക്കുമ്പോഴാണ് അടുത്തൊരു വിചിത്ര രൂപത്തിനെ കാണുന്നത്. അങ്ങനെ ആ രൂപത്തിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പ്രാന്തനായിട്ടുള്ള ഡോക്ടർ അവളുടെ തന്നതിന് ശേഷം പറയുന്നത് റോയൽ ബ്ലഡ് എന്ന് പറഞ്ഞു. അയാൾ റോയൽ ബ്ലഡ് എന്ന് പറഞ്ഞതിന് ശേഷം അവളുടെ ദേഹത്ത് കുത്തിയിട്ട് ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അലക്സിയും ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവളുടെ ബ്ലഡ് എന്ന്. പക്ഷേ അയാൾ അവൾക്ക് റിപ്ലൈ കൊടുക്കാതെ അവളുടെ ബ്ലഡ് അയാൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സെറം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. അവിടെ നിന്ന് കട്ടിയത് ഹീറോനെ കാണിക്കണം. അപ്പോൾ ഹീറോനെ സെനോന്റെ ആൾക്കാർ അടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ വിചാരം ഇവനാണ് അലക്സിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഹീറോനെ അവർ രണ്ടും നിർത്താതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോന്റെ മനസ്സിൽ പറയാണ് ഇവരെന്നെ എത്ര വേണം അടിച്ചോട്ടെ, പക്ഷേ എനിക്ക് വേദന എന്താണെന്ന് അറിയില്ല. എനിക്ക് വേണമെങ്കിൽ ഈ സെക്കൻഡിൽ ഇവന്മാരെ കൊല്ലാൻ പറ്റും, പക്ഷേ ഞാൻ കൊല്ലൂല, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. അപ്പോഴാണെങ്കിൽ അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ പറയാണ് എന്താ നീ വാതുറന്നൊന്നും പറയാത്തത്, ഇപ്പം നീ വാതുറന്ന് സംസാരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കൈ കാണിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ 3 ആണിരിക്കുന്നത് കാണിക്കുകയാണ്. അത് വെച്ച് ഹീറോന്റെ കാലിൽ മുറിവ് വരുത്തുന്നുണ്ട് അവൻ. പക്ഷേ ഹീറോ അഭിനയിക്കുകയാണ്, അയ്യോ എൻ്റെ കാല് വീട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ അഭിനയിക്കുക. ഓ ഇപ്പൊ നീ വാ തുറക്കുമല്ലേ എന്നവൻ പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അലക്സിനെ കാണിക്കണം. അപ്പൊ അലക്സിന്റെ ദേഹത്ത് നിന്ന് ബ്ലഡ് അയാൾ എടുത്തോണ്ടിരിക്കണം. സൈക്കോ ഡോക്ടർ, എനിക്ക് നിന്നെ അറിയാം, നീ എന്നെ പല വർഷങ്ങളായിട്ട് തപ്പി നിൽക്കുകയാണ്, എന്റെ ചേച്ചിക്ക് നിന്നെ അറിയാം. അപ്പൊ അലക്സ് പറയാണ് എന്റെ ദേഹത്ത് ബ്ലഡ് എടുക്കണം നിർത്തോ, കാര്യം ഇനി ബ്ലഡ് പോവുകയാണെങ്കിൽ ഞാൻ മരിക്കില്ല, എനിക്ക് അയാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ സൈക്കോ ഡോക്ടർ ബന്ധുലത ഒരു കാര്യം പറയാണ്. അപ്പൊ അലക്സി പറയാണ് എനിക്ക് തോന്നുന്നു നീ ആരെ വെറുക്കുന്നത് പോലെ, നിന്നെ ആർക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അലക്സി സൈക്കോ ഡോക്ടറിനോട് ചോദിക്കുകയാണ്. അതെ, അവരുടെ ലാബിനെ തകർത്തു, ഞാൻ ആ ലാബ് കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ട് വരികയായിരുന്നു, അതിനിടയ്ക്ക് അവരൊന്ന് തകർത്തുൻ്റെ ലാബിനെ, അവരെന്നെ വെറുതെ വിടില്ല, എനിക്ക് അവരെ കൊല്ലണം, എനിക്ക് അവരെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആരോഗ്യമോ പറഞ്ഞുകൊണ്ട് മറ്റേ മോൺസ്റ്ററിനെ പോയി അടിക്കുക. എല്ലാത്തിനും കാരണം നീയാടാ, നീ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിചിത്ര രൂപത്തിനെ ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. ഇത് കണ്ട് അലക്സി പറയാണ് നീ എൻ്റെ ബ്ലഡ് എടുത്തോണ്ടല്ലേ ഇരുന്ന, വന്നെൻ്റെ ബ്ലഡ് എടുക്ക് എന്നവൾ പറയാണ്. ഓ റോയൽ ബ്ലഡ് അതല്ലേ എടുത്തോണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെടുത്ത് വീണ്ടും ബ്ലഡ് എടുക്കാൻ അയാൾ വരികയാണ്. അതിനുശേഷം സൈക്കോ ഡോക്ടർ ഒരു പാത്രത്തിൽ ഫുഡ് എടുത്തതിന് ശേഷം അവളെടുത്തോണ്ട് അവളെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഡോക്ടർ പറയാണ് നിന്റെ ബ്ലഡ് പ്രഷർ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂട്ടാൻ വേണ്ടി ഇത് കഴിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ വാക്കിയകത്ത് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അലക്സിന്റെ ചേച്ചിനെ കാണിക്കുകയാണ്. അപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടി സെനോട് വന്നു എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ എൻ്റെ അനിയത്തിനെ പറ്റി എന്ന് സെനോട് അവളെ ചേച്ചി ചോദിക്കുകയാണ്. ഇതെന്റെ മെയിൻ ഡ്യൂട്ടിയാണ് പ്രിൻസസ്, സ്കൂളിന്റെ അടുത്ത് വെച്ചാണ് നിങ്ങളുടെ അനിയത്തിനെ കാണാതെ പോയത്, സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് ഏറ്റവും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്ന് സെനോട് അവളുടെ ചേച്ചിനോട് പറയാണ്. അതുപോട്ടെ ഇപ്പൊ കസ്റ്റഡിയിലുള്ള ആ ചെറുക്കൻ എന്തെങ്കിലും പറഞ്ഞോ അവളെ പറ്റി എന്ന് അവളെ ചേച്ചി അവനോട് ചോദിക്കുകയാണ്. ഇല്ല പ്രിൻസസ്, അവൻ എത്ര അടിച്ചിട്ടും അവൻ സത്യം പറയുന്നില്ല, അവനെ കാണുമ്പോൾ എനിക്ക് ഡൗട്ടാണ് തോന്നുന്നത്. അപ്പോൾ അവളുടെ ചേച്ചി പറയാണ് അവ ഒന്നും പറയുന്നില്ലെങ്കിൽ അവനെ റിലീസ് ചെയ്തിട്ട് അവനെ ഫോളോ ചെയ്യും, പിന്നെ ഒരിക്കലും അലക്സിനെ ക്ലാസ് ഫ്രണ്ട്സ് എടുത്തൊന്ന് ചോദിക്കരുത് അവളെ പറ്റി, കാര്യം ഇത് വെളിയിൽ അറിയുകയാണെങ്കിൽ നമുക്ക് നാണക്കേടാണ്. അപ്പോൾ സെനോൻ പറയാണ് നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ അവൾ ചേച്ചി പറയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പൊ അനിയത്തിനെ കാണാതെ പോയത് പ്രിൻസസ് ഏരിസ്, എനിക്ക് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവളെ ചേച്ചി അവനോട് പറയാണ് സെക്യൂരിറ്റി കുറച്ച് ടൈറ്റ് ആക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ ചേച്ചി അവിടുത്തെ അക്കാഡമിക്ക് വെളിയിൽ നോക്കും. അപ്പോൾ നമ്മൾ ഹീറോയിൻ ചേച്ചി വന്നിട്ട് അവിടെ അടിയുണ്ടാക്കിയാണ്, എന്തിനാണ് അനിയനെ പിടിച്ച് വെച്ചേക്കുന്നത്, അവനൊരു പാവമാണ്, അവർ നിരപരാധിയാണ് എന്നൊക്കെ അവളെ ചേച്ചി ഒന്ന് വെളിയിൽ നിന്ന് അടിയുണ്ടാക്കിക്കൊണ്ട് പറയാം. എൻ്റെ അനിയൊരു പൊട്ടനാണ്, അവനിതൊക്കെ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ല, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്റെ അനിയനെയാണ് പ്രൈം സസ്പെക്ട്. ഇതെല്ലാം മോളിൽ നിന്ന് കാണുന്ന അലക്സിൻ ചേച്ചി പറയാണ് സെനോനോട് സെക്യൂരിറ്റി കുറച്ചുകൂടെ ടൈറ്റ് ആക്കും. ഓക്കെ മിസ്, ഈ ഒരു സമയം തൊട്ട് ഈ ഒരു സെക്യൂരിറ്റി മൊത്തം ടൈറ്റ് ആയിരിക്കും എന്ന് പറയാം. എൻ്റെ അനിയനെ വല്ലതും പറ്റുകയാണെങ്കിൽ ഈ അക്കാഡമിയിലുള്ള എല്ലാവരും ഞാൻ കൊല്ലുന്നതായിരിക്കും എന്ന് ഹീറോയുടെ ചേച്ചി അവിടെ വലിച്ചലറിക്കൊണ്ട് പറയാം. എല്ലാവർക്കും അവരുടെ സിബ്ലിങ്സ് ഭയങ്കര മെയിൻ ആണ്, എനിക്കും അതുപോലെ തന്നെയാണ്, എനിക്കും അലക്സി അങ്ങനെയാണ് എന്ന് അവളെ ചേച്ചി പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അലക്സിനെ കാണിക്കണം. അപ്പോൾ അലക്സിനെ ദേഹത്ത് നിന്ന് നിർത്താതെ ബ്ലഡ് എടുത്ത് അവൾ തളർന്നിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോനെ കാണിക്കണം. അപ്പോൾ ഹീറോനെ ആ ഒരു അക്കാഡമി ഒന്ന് ചവിട്ടി പുറത്താക്കിയാണ് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട്. പോടാ നീ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് കളിയാക്കിക്കൊണ്ടാണ് അവനെ പുറത്താക്കുന്നത്. അങ്ങനെ ഹീറോ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ അവൻ്റെ മനസ്സൊരു കാര്യം പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഈ ഒരു സെക്കൻഡിൽ എൻ്റെ ബോഡി ഉണ്ടായ മുറിവാക്കി എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ ചെയ്യില്ല, കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടർ അല്ലേ. ഹീറോ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുകയാണ് അവനെ ഫോളോ ചെയ്യുന്ന 2 പേരെ. അങ്ങനെ ഹീറോ സ്റ്റേഷനിലെത്തി അവൻ്റെ റൂമിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്തൊരു പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞിട്ട് പോവുകയാണ്. ലോഡ് പൊക്കോ, അവരെ കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ ഹീറോ പറയാണ് ഒന്നും ചേട്ടാ, ജസ്റ്റ് അവരെ കൊന്നാൽ മാത്രം മതി എന്ന് ഹീറോ പറയാണ്. ഹീറോ റൂമിൽ എത്തുമ്പോഴാണ് അവിടെ ആൽഫേനെ കാണുന്നത്. ആൽഫ
ഒരു ബർഗർ കൊണ്ടാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഹീറോ ആൽഫിനോട് പറയാണ് കുറേ നാളായാലും നിന്നെ ഞാൻ കണ്ടിട്ട് ഇപ്പം നീ ഉള്ള കാരണം എന്താണ് ആൽഫ എന്ന് ഹീറോ ആൽഫിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൽഫ പറയാണ് നിങ്ങൾക്കൊരു കുഴപ്പം പറ്റിയതുപോലെ ഞാൻ കേട്ടു, അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അതത്ര വലിയ കുഴപ്പമൊന്നുമല്ല. നിന്റെ ജോലിയൊക്കെ എന്തിനാ പോകുന്നു ആൽഫ എന്ന് ഹീറോ അവളോട് ചോദിക്കുക. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ ഒരു കൾട്ടിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷനും പവർ നമ്മൾ അറിയുമ്പോഴാണ് നമ്മളെ ആൽഗ്യുമെന്റിന് പവർ കൂടുന്നത്. അപ്പോൾ ഹീറോയുടെ മനസ്സിൽ പറയാണ് നമ്മളെ ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ആയെങ്കിൽ പോലും നമ്മളെ ഷാഡോ മെമ്പേഴ്സുള്ള എല്ലാവരും ഇപ്പോഴും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഷാഡോ നിന്ന്. അതോർത്ത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ആൽഫ ഹീറോയോട് ചോദിക്കും ശരിക്കും പ്രിൻസസിനെ ആരാണ് കടത്തിക്കൊണ്ട് പോയത്? അപ്പോൾ ഹീറോ പറയാൻ വേറെ ആരുമല്ല, ഒരു കൾട്ട് തന്നെയാണ്, റോയൽ ബ്ലഡ് വേണ്ടി വരുന്ന ഒരു കൾട്ട്. അപ്പോൾ പ്രിൻസസ് അലക്സി എപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടോ? അപ്പോൾ ഹീറോ പറയാണ് അവൾ അങ്ങനെ ഇതിനെ കൊല്ലാൻ പറ്റില്ല, കാര്യം അവളെ കൊല്ലുകയാണെങ്കിൽ അവൾ ബ്ലഡ് എങ്ങനെ എടുക്കാൻ പറ്റും? അവളെ ബ്ലഡിന് വേണ്ടി റോയൽ ഫാമിലിക്ക് അകത്ത് നിന്നോട്ട് ഒരാൾ ചതിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഹീറോ പറയാണ്. എന്നും പറഞ്ഞ് ഹീറോ യൂണിഫോം ഒന്നും മാറ്റാതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആൽഫ പറയാണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഉറങ്ങി കൂടെ. ഹീറോ പറയാണ് എനിക്ക് അതിനൊന്നും സമയമില്ല, കാരണം എനിക്ക് അത് എണീറ്റ് ചെയ്യാൻ പോലും എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര മടിയാണ് എന്ന് ഹീറോ പറയാണ് അവളോട്. പിന്നെ ബോസും പിന്നെ ഒരു പ്രിൻസസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നല്ലോ, അത് എത്ര സ്ട്രോങ് ആണെന്ന് ചോദിക്കുകയാണ് ആൽഫ അവനോട്. നീ വിചാരിക്കുന്ന പോലെ അത്ര സ്ട്രോങ്ങർ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അവൾ പറയാണ് ഓക്കെ എനിക്ക് എൻ്റെ ഡ്യൂട്ടിക്കുള്ള സമയം തോന്നുന്നു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളെ സ്യൂട്ട് അപ്പ് ചെയ്യുകയാണ്. നിന്റെ ജോലിക്ക് ശേഷം എനിക്ക് ട്യൂണ കേക്ക് കൊണ്ടുപോകാം എന്ന് ഹീറോ പറയാണ് അവളോട്. ആൽഫ അവിടെ പോകുന്നതിന് മുമ്പ് അവനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. പിന്നെ ബോസിനെ റൂമിലെത്തി വെച്ച് ടോർച്ചർ ചെയ്ത രണ്ടുപേരുണ്ടല്ലോ, അവരെന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഹീറോ പറയാം അതൊന്നും ചെയ്യണ്ട, കാര്യം അവരവരെ ജോലിയിൽ ചെയ്തോളൂ, പക്ഷെ ആ ജോലിന് ചെറിയ റിവാർഡ് എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഹീറോ പറയാം. ബോസ് നിങ്ങളെ മനസ്സ് മാറുകയാണെങ്കിൽ ഇവിടെ അടുത്തിന് ഡെൽറ്റ ഉണ്ട്, അവളോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഹീറോ പറയാണ് ഇവിടെ ഡെൽറ്റ വന്നിട്ടുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഹീറോയിൻ ചേച്ചിന്റെ അക്കാഡമി കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ഹീറോയിൻ ചേച്ചി അലറിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊരു അടങ്ങിയിട്ടില്ല. എൻ്റെ അനിയനെല്ലാം പറ്റുകയാണെങ്കിൽ ഈ ഒരു അക്കാഡമിനെ മൊത്തത്തിൽ തകർത്തളയും ഞാൻ. അവിടുന്ന് കട്ട് ചെയ്ത് അലക്സീനെ കാണിക്കണം. അപ്പോൾ അലക്സീനെ ദേഹത്ത് ഒരുപാട് മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഡോക്ടർ, കാര്യം അവൾ ബ്ലഡ് നിർത്താതെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവളെ കയ്യിൽ നിന്ന് തന്നെ. അവിടുന്ന് കട്ട് ചെയ്ത് ഹീറോനെ കാണിക്കണം. അപ്പോൾ ഹീറോ ഒരു എക്സ്പെൻസീവ് സാധനം എടുത്തിട്ട് അവൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ച വൈൻ, ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച ഗ്ലാസ് മാത്രം 3,50,000 രൂപയായി എന്ന് പറഞ്ഞ് ഹീറോ അവൻ കളക്ട് ചെയ്തിട്ടുള്ള ഓരോ എക്സ്പെൻസീവ് സാധനം വെച്ചിട്ട് അവൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണ് ഹീറോ ഇത്ര എക്സ്പെൻസീവ് സാധനമൊക്കെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഹീറോ കൊള്ളയടിച്ചിട്ടും പിന്നെ മറ്റേ അലക്സി ആയിട്ട് ടീനെ പോലെ കളിച്ചിട്ട് കിട്ടുന്ന പൈസയും വെച്ചിട്ടാണ്. എൻ്റെ ഹീറോ ആ ചെറിയ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി, അപ്പോൾ ആരെങ്കിലും വരും, അപ്പോൾ എനിക്ക് മാസ് ഇൻട്രോ ആയിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹീറോയുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് അവിടെ വരികയാണ്. ലോഡ് പറഞ്ഞ പോലെ തന്നെയാണ്, ഇരുട്ടിന് ചന്ദ്രനില്ല. എല്ലാ കൾട്ടിലുള്ള ഡേഞ്ചറസ് മെമ്പേഴ്സും എല്ലാവരും ഇപ്പോൾ അവരെ ഹൈഡൗട്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു റോയൽ ഫാമിലിയിലെത്താൻ 114 വരെ നോക്കി കഴിഞ്ഞു, പക്ഷേ അതിൽ ഡൗട്ടായിട്ട് ആരുമില്ല. അപ്പോൾ ഹീറോ പറയാണ് 114 പേര്. അവൾ പറയാണ് സോറി ലോഡ്, 114 വരെ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ലോഡ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിറ്റി മൊത്തം അരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ് ലോഡിന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി. ഡെൽറ്റയാണ് നമ്മുടെ ടീമിനെ മെയിൻ ലീഡർ എടുത്ത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഹീറോ പറയാണ് ഡെൽറ്റനോട് എൻ്റെ സോറി പറഞ്ഞുതരാം, കാര്യം ഇപ്പോൾ തൊട്ട് ഞാനാണ് ഈ ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. ഈ രാത്രി നമ്മുടെ ടീം എന്താണെന്ന് ലോകം അറിയാൻ പോവുകയാണ് എന്ന് ഹീറോ പറയാണ്. അതിനുശേഷം ഹീറോ അവനെ നേരത്തെ ടോർച്ചർ ചെയ്ത രണ്ടുപേരെ അടുത്ത് ഹീറോ പോവുകയാണ്. അപ്പോൾ ടോർച്ചർ ചെയ്ത് അവർ പറയാണ് വീണ്ടും നീ എൻ്റെ കെണിയിൽ പെട്ടല്ലോടാ, ഇനി നിന്നെ വിടും തോന്നുന്നില്ല, നമ്മൾ ഇനി നീ ജീവനോട് നിന്റെ റൂമിലോട്ട് നീ പോവില്ലാടാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവനെ അറ്റാക്ക് വേണ്ടി പോകുമ്പോഴാണ് പിറകിൽ നിന്ന് ആ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ മരിച്ചിരിക്കുന്നത്. ഹീറോ കൊന്നയാണ്. ഇത് കണ്ട് പാനിക്കായി അവർ രണ്ടുപേരും ഹീറോനെ അറ്റാക്ക് വേണ്ടി പോകുന്നു. പക്ഷേ ഹീറോ സിമ്പിളായിട്ട് അവൻ്റെ സ്യൂട്ടപ്പ് ചെയ്തതിനു ശേഷം അവരെ കൊല്ലുകയാണ്. ഇതൊക്കെ നേരത്തെ കണ്ട പെൺകുട്ടിയെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഹീറോന്റെ ഒരു അറ്റാക്ക് സ്റ്റൈലൊക്കെ. പെട്ടെന്ന് തന്നെ ഒരു ബിൽഡിംഗ് അവിടെ തകർന്ന് വീഴുകയാണ്. അപ്പോൾ ഹീറോ പറയാണ് ഇത് വേറെ ആരെയും ജോലിയല്ല, ഡെൽറ്റയുടെ ജോലി തന്നെയാണ്. അപ്പോൾ ഡെൽറ്റ സിമ്പിളായിട്ട് ആ ഒരു കൾട്ടിനെ മൊത്തം കൊന്നതിന് ശേഷം ഒരു ബിൽഡിങ്ങിനെ തകർത്ത് കളയുകയാണ്. ഇപ്പോൾ സിറ്റി തന്നെ വളരെ വയലന്റഡ് ആയിട്ട് ഭയങ്കര ഡാർക്കായിട്ട് കിടക്കുകയാണ്. ഇത് നോയിക്കൊണ്ടിരിക്കുകയാണ് ആൽഫയാണ് ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നിട്ട് എല്ലാ ടീമിനെയും എല്ലാ കൾട്ടിനെയും സീക്രട്ട് ഹൈഡൗട്ട്സ് ഒക്കെ പറഞ്ഞു ഹെൽപ്പ് ചെയ്യുന്നത് ടീമിനെ. അവിടുന്ന് കട്ട് ചെയ്ത് അലക്സിയുള്ള ആ ഒരു പ്രാന്തൻ ഡോക്ടറുള്ള ഒരു ലാബ് കാണിക്കുകയാണ്. അലക്സിക്ക് ആ ബിൽഡിംഗ് എല്ലാം തകർന്നു വീഴുന്ന ശബ്ദം താഴെ കേൾക്കുകയാണ്. അവിടെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ആ പ്രാന്തൻ ഡോക്ടർ അലക്സിൽ നിന്നും എടുത്ത ബ്ലഡ് മൊത്തം എടുത്തുകൊണ്ട് ആ മോൺസ്റ്റർ എടുത്തുകൊണ്ട് പോയിട്ട് മോൺസ്റ്ററിന്റെ അകത്ത് ആ ബ്ലഡ് മൊത്തം ഇഞ്ചക്ട് ചെയ്യുകയാണ്. നീയാണ് എൻ്റെ ആകുള്ള പ്രതീക്ഷ, പെട്ടെന്ന് നിന്റെ പവർക്ക് അവേക്കൺ ചെയ്യും. പെട്ടെന്ന് തന്നെ ആ മോൺസ്റ്റർ ആ ഒരു പ്രാന്തൻ ഡോക്ടറിനെ ഒരടിക്ക് കൊല്ലുകയാണ്. ഇത് കണ്ട് അലക്സിയ അടുത്ത ഞാനായിരിക്കുമല്ലേ വന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അലക്സി നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ മോൺസ്റ്റർ അലക്സിനെ രക്ഷിക്കുന്നത്. കൂടെ തന്നെ അലക്സിന്റെ കയ്യിലുള്ള ഹാൻഡ് കഫിലെത്ത ഒരു താക്കോലും കിട്ടുകയാണ്. അതിന് ആദ്യമായിട്ട് ഇപ്പോഴെങ്കിലും എനിക്കൊരു നല്ലൊരു കാര്യം നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഹാൻഡ് കഫ് അവളെ റിലീസ് ചെയ്തതിന് ശേഷം അവളെ ടണലിൽ കൂടെ നടന്ന് പൊക്കോണ്ടിരിക്കണം വെളിയിൽ പോകാൻ വേണ്ടി. നീ എവിടെയാ പോകുന്നത്, നിന്നെ പെട്ടെന്ന് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെനോൺ അവിടെ വരികയാണ്. ആ ഡോക്ടർ റിസർച്ച് ചെയ്യാൻ കൊടുത്തത് ഞാനാണ്. ഇത് കേട്ട് അലക്സി നെട്ടുകയാണ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു താനൊരു ഡേഞ്ചറസ് പേഴ്സൺ ആണെന്ന്. ഇപ്പൊ എനിക്ക് ഉറപ്പാണ് എന്ന് അലക്സി സെനോനോട് പറയാണ്. നീ എന്നെ പറ്റി എന്താണെങ്കിലും വിചാരിച്ചു, പക്ഷെ എനിക്ക് വേണ്ടത് നിന്റെ ബ്ലഡ് ആണ്. അപ്പൊ അലക്സി പറയാണ് എന്താടാ എല്ലാവരും വന്നിട്ട് എന്റെ ബ്ലഡ് മാത്രം എടുത്തോണ്ട് പോകുന്നത്, കാര്യം നിന്റെ ബ്ലഡിൽ ഒരുപാട് വാല്യൂ ഉണ്ട്, നിന്റെ ബ്ലഡ് വെച്ച് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും, കാരണം നിന്റെ ബ്ലഡ് റോയൽ ബ്ലഡ് ആണ്. ഫസ്റ്റ് നിന്റെ ചേച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ നമുക്ക് ബ്ലഡ് മാത്രമാണ് ആവശ്യം, അതുകൊണ്ട് നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഇത് കേട്ട് ദേഷ്യം പിടിച്ച അലക്സി അവളെ സോഡ് വെച്ചിട്ട് സെനോൺ അറ്റാക്ക് ചെയ്യുകയാണ്. നിനക്കെന്ന് സ്വന്തമായിട്ട് ഒരു സോഡ് സ്റ്റൈൽ ഇല്ല, നീ മറ്റുള്ളവരെ സോഡ് സ്റ്റൈൽ കോപ്പി ചെയ്താണ് നീ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അലക്സി പറയാണ് എനിക്ക് സ്വന്തം ഒരു സോഡ് സ്റ്റൈൽ ഉണ്ട്, അത് നിനക്ക് അറിയില്ല. സെനോൺ സിമ്പിൾ ആയിട്ട് തന്നെ അലക്സിനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. നീ നിന്റെ ചേച്ചിയാവാൻ വേണ്ടി നീ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, പക്ഷെ നിന്നെ കൊണ്ടതാവാൻ പറ്റില്ല, കാര്യം നിനക്ക് അതിനുള്ള കഴിവില്ല എന്ന് സെനോൺ അവളടുത്ത് പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവരെ പറയെ കൂടെ വരുന്നത് ഭയങ്കര മാസമായിട്ട്. ഹീറോനെ കണ്ട് സെനോൺ ചോദിക്കുകയാണ് ആരാടാ നീ എന്ന്. ഞാൻ
ഷാഡോയിൽ നിന്നും അനീതിക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. ഹീറോയുടെ എൻട്രിയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 4 ഇവിടെ എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ഇമ്മൻസ് ഷാഡോ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗിയോവേന്റെ കാര്യം മറക്കണ്ട. 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗിയോവേ നടത്തുന്നുണ്ട്. അപ്പോൾ ഗിയോവയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നാളെ എപ്പിസോഡ് 5 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് Alex Prana signing out.